ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാണ് നമ്മൾ അവതരിപ്പിക്കുന്നത്, അല്ലാതെ ഓരോരുത്തരും ഇങ്ങനെ സുഖിപ്പിച്ച് നമുക്കൊന്നും കിട്ടാനില്ല. ഗംഭീർ വരുന്നതിന് മുമ്പ് നമ്മുടെ കോച്ചാരായിരുന്നു രാഹുൽ ദ്രാവിഡ്. ഈ രാഹുൽ ദ്രാവിഡിന്റെ ഒപ്പം ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു ഇപ്പോഴത്തെ ഒരു ഇന്ത്യൻ ടീം അല്ലെ. അദ്ദേഹത്തിന് കൊടുക്കേണ്ട റെസ്പെക്ട് കൊടുത്തിരുന്നു കാര്യങ്ങൾ. പക്ഷെ രാഹുൽ ദ്രാവിഡിനെതിരെ ഒരു വലിയ അലിഗേഷൻ വന്നിരിക്കുകയാണ്. കമന്റ് സെക്ഷനിൽ തന്നെയാണ് ഇതൊക്കെ വന്നിരിക്കുന്നത് എന്നുള്ളതാണ്. രാഹുൽ ദ്രാവിഡിന്റെ കീഴിലാണ് ശരിക്കും സഞ്ജു കൂടുതൽ തഴയപ്പെട്ടതെന്നാണ് ഒരു കമന്റ് വന്നിരിക്കുന്നത്. അത് ഒരുപാട് പേര് അതിന് റിപ്ലൈ കൊടുത്തിട്ട് ശരിയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ചിലർക്ക് അതിൽ വിരോധം തോന്നിയേക്കാം. പക്ഷേ സ്റ്റാറ്റിസ്റ്റിക്സ് ബേസിൽ ചിന്തിക്കുമ്പോൾ അത് ശരിയാണ്. കാരണം രാഹുൽ ദ്രാവിഡ് കോച്ചായിരുന്ന സമയങ്ങളിലാണ് സഞ്ജുവിന് വേണ്ടത്ര അവസരങ്ങൾ കിട്ടാതെ. ഗൗതം ഗംഭീർ കോച്ചായി വരുമ്പോഴാണ് സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്യുന്നത്. അതായത് ഈ ഗൗതം ഗംഭീർ അതെന്ന് വെച്ചാല് അദ്ദേഹം കോച്ച് ആകുന്ന മുമ്പ് തന്നെ സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന് ട്വീറ്റ് ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹത്തിന്റെ എന്ത് കളിയിലും ഇപ്പൊ മോശമാണെങ്കിലും അദ്ദേഹം സഞ്ജു നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. അത് IPL ആണെങ്കിലും അല്ലെങ്കിൽ പോലും സഞ്ജു നന്നായിട്ട് കളിച്ച ഫസ്റ്റ് ഇത് വരുന്നത് ഗംഭീറിന്റെ ആയിരിക്കും. ഗംഭീർ പലപ്പോഴും ഇദ്ദേഹത്തിന് വിമർശിക്കുന്നവർക്ക് മറുപടി വരെ അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. സഞ്ജുവിന്റെ ഒരു ഫാനൊക്കെ ചെയ്യുന്ന പോലെ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് ഇന്ന് ഇന്ത്യയിൽ നിലവിലുള്ള ഏറ്റവും മികച്ച വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ സഞ്ജു സാംസൺ. ആരെങ്കിലും ഡിബേറ്റിനുണ്ടോന്നാ ചോദിച്ചത് ആ സമയത്ത് അല്ലെ. അത്രത്തോളം സഞ്ജുവിനെ സപ്പോർട്ട് ചെയ്ത ഒരു വ്യക്തി കോച്ചായി കഴിഞ്ഞപ്പോഴും സഞ്ജുവിനെ മറന്നില്ല. സഞ്ജുവിനെ പ്രൊമോട്ട് ചെയ്യാനുണ്ടായിരുന്നു. കാരണം ഇപ്പം നേരത്തെ ഉണ്ടായിരുന്ന രാഹുൽ ദ്രാവിഡ് ഉണ്ടായ സമയത്ത് എല്ലാ കളിയും ഋഷഭ് പന്തും രാഹുൽ ഇഷാൻ കിഷാൻ അവരൊക്കെയാണ്. കാരണം ഇപ്പൊ ഇവര് 3 പേരും ഇല്ല. ഇപ്പൊ 2020 മെയിൻ ഫസ്റ്റ് എടുക്കുന്നത് സഞ്ജു ആണ്. അല്ല, അതുകൊണ്ട് ഇപ്പോ ആളുകൾ പറയുന്നത് എന്താണെന്നറിയോ, ഒരു ചെറിയ ചർച്ചയിൽ കണ്ടതാണ്. സഞ്ജുവിന് ഇപ്പൊ രാജസ്ഥാനിൽ പോകുന്നത് അത്ര നല്ലതല്ല, സേഫ് അല്ല എന്നാണ് ചിലർ പറയുന്നത്. അതിന്റെ കാരണം എന്താണെന്നറിയോ, രാഹുൽ ദ്രാവിഡ് ഇപ്പോ കോച്ചിങ് സെക്ഷനിലേക്ക് വരികയാണ് രാജസ്ഥാന്റെ. അപ്പോ സഞ്ജു വീണ്ടും തഴയപ്പെട്ടാലോ എന്നൊരു ടെൻഷനിൽ അവർ പറയുന്നത് RCB ആണ് സഞ്ജുവിന് നല്ലതെന്ന്. RCB ആണ് സഞ്ജു. കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ട് അദ്ദേഹം പറഞ്ഞത് സഞ്ജുവിനെ രാജസ്ഥാനിൽ പുറത്ത് വിടാത്തതിന്റെ കാരണം അദ്ദേഹം കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് രാജസ്ഥാന്റെ ക്യാപ്റ്റനായിരുന്നു. 1 വർഷം ഫൈനലിൽ എത്തിച്ചു, 1 വർഷം നല്ല പെർഫോമൻസ് ചെയ്യിച്ചു. അപ്പം അദ്ദേഹം തന്നെ മുമ്പോട്ട് ക്യാപ്റ്റൻ ആയിക്കട്ടെ എന്ന് രാജസ്ഥാൻ അവരെ അറിയിച്ചു. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങളുടെ ഒരു സെലക്ഷനും മോശമായിട്ടില്ല എന്നാണ് രാഹുൽ ദ്രാവിഡ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. അദ്ദേഹം തന്നെ മുമ്പോട്ട് അങ്ങനെ പോകും. രാഹുൽ ദ്രാവിഡ് IPL സഞ്ജുവിനെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല ഇപ്പം കോച്ച് രാഹുൽ ദ്രാവിഡ് കോച്ചാണെങ്കിൽ പോലും അതിന്റെ മെന്ററായിട്ട് സംഘക്കാരുണ്ട് ടീമിന്റെ. അപ്പൊ സംഘക്കാരൊക്കെ സഞ്ജുവിന് ഭയങ്കര സപ്പോർട്ട്. ആരാധകൻ പറയുന്നത് പോലെ സഞ്ജുവിന് RCB ആണ് നല്ലത്. കാരണം സഞ്ജുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് സഞ്ജുവിനെ വീണ്ടും തഴയും ഈ പറയുന്ന ആളുകൾ എന്ന് പറയുന്നതിൽ വലിയ അർത്ഥമുണ്ടോ? കാരണം എന്ന് വെച്ചാല് സഞ്ജുവിന് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റുന്നത് രാജസ്ഥാൻ മാത്രമേ ഉള്ളൂ. വേറെ ഇപ്പൊ ഇനി ചെന്നൈയിലോട്ട് പോയാൽ ചിലപ്പോ അവിടെ ഇപ്പം ധോണിയുടെ ഒരു ഇതില് സഞ്ജുവിന് ഫ്രീ ആയിട്ട് കളിക്കാൻ പറ്റും. ഇപ്പൊ കാരണം പിന്നെ സഞ്ജു ഇത്ര ക്യാപ്റ്റൻ ആയിരുന്നു, ഇത്ര എക്സ്പീരിയൻസ് ഒക്കെ കൊണ്ട് കളിക്കാൻ പറ്റും. പക്ഷെ ബാംഗ്ലൂരിലൊക്കെ പോയപ്പോൾ നീ കോഹ്ലിയെ ക്യാപ്റ്റൻ ആണെങ്കിൽ കോഹ്ലിയുടെ കീഴിൽ കളിക്കുമ്പോൾ ചിലപ്പോൾ ഇന്ത്യൻ ചാൻസ് കിട്ടും. ചിലപ്പോൾ ഇത്ര വർഷത്തെ എക്സ്പീരിയൻസ് കൊണ്ട് ചിലപ്പോൾ അദ്ദേഹത്തിന് കളി കിട്ടും. പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഒരു ഡക്കിന് വരാൻ പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ബെഞ്ച് കയറ്റി ഇരുത്തുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ നീ ആലോചിച്ച് നോക്കി, സഞ്ജു സാംസൺ ഇപ്പോൾ രാജസ്ഥാനിലെ ക്യാപ്റ്റനാണ്, ഫൈനൽ വരെ എത്തിക്കുന്ന തരത്തിലുള്ള ക്യാപ്റ്റനാണ്. ഈ വരുന്ന IPL 2025 നടക്കുന്ന IPL സഞ്ജു അങ്ങനെ രാജസ്ഥാനെ കപ്പടിപ്പിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയാൽ രാജസ്ഥാന്റെ ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ മാത്രമല്ല ഇന്ത്യയുടെ ക്യാപ്റ്റൻ പോലും ആയി മാറാൻ സഞ്ജുവിന് അവസരമുണ്ട്. കാരണം അത്തരത്തിലൊരു ടീമായിട്ടാണ് ഇപ്പൊ ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര് ക്യാപ്റ്റൻസി ഏറ്റെടുക്കും? ഇപ്പൊ രോഹിത് ശർമ്മ പോലെ ആരെ ഏറ്റെടുക്കും എന്നൊരു ചോദ്യമാണ്. ബുംറനെ ഇടക്കാലത്ത് പരീക്ഷിച്ചായിരുന്നു കോഹ്ലി കഴിഞ്ഞപ്പോ അല്ലെ. ധോണി കഴിഞ്ഞാൽ പിന്നെ കോഹ്ലി തന്നെ. പക്ഷേ കോഹ്ലി കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇഷ്ടം പോലെ ക്യാപ്റ്റന്മാരാണ് മാറി പരീക്ഷിച്ചത്. പക്ഷെ അതൊന്നും ഒരു നമുക്കൊരു സാറ്റിസ്ഫൈങ് രീതിയിലോട്ട് ആയില്ല. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവർക്കും പറഞ്ഞ ഹാർദിക് പാണ്ഡ്യ ക്യാപ്റ്റൻ ആകും. കാരണം 2 വർഷം ഗുജറാത്തിന് ഒരാളെ കപ്പടിപ്പിച്ചു, ഒരാവണ ഫൈനൽ വരെ എത്തിച്ചു. പക്ഷെ അദ്ദേഹത്തിന് എപ്പോഴും പരിക്കാ ഹാർദിക് പാണ്ഡ്യക്ക്. അങ്ങനെ ഉള്ളപ്പം ഏറ്റവും കൂടുതൽ സ്ഥിരമായിട്ട് കളിക്കുന്ന സൂര്യകുമാർ യാദവ് ആയതുകൊണ്ടാണ് സൂര്യകുമാർ യാദവിനെ ക്യാപ്റ്റൻ ആക്കിയത്. പക്ഷേ പലരും പരീക്ഷിച്ചു. പക്ഷേ ഒരു സാറ്റിസ്ഫൈങ് രീതിയിലൂടെ റിസൾട്ട് കൊണ്ടുവരാൻ ശ്രേയസേനും ചാൻസ് ഉണ്ട്. ശ്രേയസേനെ ഇന്ത്യൻ ക്യാപ്റ്റൻ ആക്കി കൊടുത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഋഷഭ് പന്തിന് പരീക്ഷ ശ്രേയസേനെ ODIയിൽ വരാണ്. പക്ഷെ അദ്ദേഹം ഈ കഴിഞ്ഞ ഫൈനലിൽ IPL കപ്പടിപ്പിച്ചു. അദ്ദേഹത്തിന് ഇനി ചാൻസ് ഉണ്ട്. പക്ഷെ IPL അടുത്ത വർഷം നടക്കാൻ പോകുന്ന ആ കളികൾ മികച്ച രീതിയിൽ കളിച്ച് IPL രാജസ്ഥാനെ കിരീടത്തിലൂടെ സഞ്ജു എത്തിച്ചാൽ എഴുതി വെച്ചോ, സഞ്ജുവിന്റെ
ക്യാപ്റ്റൻസി രാജസ്ഥാനിലും മാത്രമല്ല ഇന്ത്യയിലും ഉണ്ടാവാനായിട്ടുള്ള ആ ഒരു ചർച്ചയെങ്കിലും രൂപപ്പെടും. പിന്നെ ഗൗതം ഗംഭീർ ആണെങ്കിൽ കോച്ച് ആണെങ്കിൽ ഉറപ്പായിട്ട് പരീക്ഷിക്കുകയും ചെയ്യും അല്ലെ. അദ്ദേഹം റിസ്ക് എടുക്കുന്ന ആളുകൾ. അങ്ങനെയാണ് ചരിത്രം അല്ലേ ഇന്ത്യൻ ടീമിനെ നയിക്കുന്ന ആദ്യത്തെ മലയാളി എന്നുള്ള ചരിത്രം. അത് ഇപ്പൊ കേൾക്കുമ്പോ തന്നെ ഒരു രോമാഞ്ചം വരുന്ന ഒരു സംഭവമാണ്. IPL ആദ്യത്തെ ടീമിനെ നയിക്കുന്ന ക്യാപ്റ്റൻ എന്ന ആദ്യ മലയാളിയാണ് സഞ്ജു സാംസൺ. അതെ, അപ്പൊ ഇന്ത്യയെ നയിക്കുന്ന ഒരു ക്യാപ്റ്റനായിട്ട് ഒരു മലയാളി വരിക എന്നുള്ളത് നമ്മുടെ ഒരു സ്വപ്നമാണ്. ആ സ്വപ്നം യാഥാർത്ഥ്യമാവട്ടെ.